ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു ആർക്കേനെക്സ്. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നു ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്തെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ. ഒന്നാമത്തെ ടോപ്പിക്കായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ സ്റ്റേറ്റഡ് ബൈ സർ ഐസക് ന്യൂട്ടൺ. ന്യൂട്ടൺ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. യൂണിവേഴ്സിലുള്ള ഏത് രണ്ട് ഒബ്ജക്റ്റുകൾ എടുത്തു കഴിഞ്ഞാലും അവർ തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് അവരുടെ മാസുകളുടെ പ്രോഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, അവരുടെ ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. രണ്ടുപേരെയും കൂടെ ചേർത്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു m1m2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. പ്രൊപ്പോർഷണാലിറ്റി ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ആ കോൺസ്റ്റന്റിന്റെ പേരിട്ട് വിളിച്ചു യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. യൂണിവേഴ്സിൽ എവിടെ പോയി കഴിഞ്ഞാലും അയാളുടെ വാല്യൂ ചേഞ്ച് ചെയ്യില്ല. അത് 6.67 into 10⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ആണ്. അതിന്റെ കൂടെ ഓർത്ത് വെക്കാം യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ ഡയമെൻഷണൽ ഫോർമുല ദാറ്റ് ഈസ് m⁻⁻1 L³ T⁻². അടുത്ത ടോപ്പിക്ക് നോക്കാം, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഒരു ഒബ്ജക്റ്റിനെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ താഴോട്ടേക്ക് വീടുകൊണ്ടിരിക്കുന്ന ആക്സിലറേഷനെയാണ് നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്ത് കിട്ടി. G is equal to gm divided by r². വലിയ G എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്, വലിയ M എന്ന് പറയുന്നത് എർത്തിന്റെ മാസ് ആണ്, R എന്ന് പറയുന്നത് എർത്തിന്റെ റേഡിയസ് ആണ്. സോ ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് G അല്ലെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ കിട്ടി. അത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇനി എർത്തിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ല, മറ്റേതെങ്കിലും പ്ലാനറ്റിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എമ്മിന് പകരം എർത്തിന്റെ മാസിന് പകരം നിങ്ങൾ ആ പ്ലാനറ്റിന്റെ മാസ് കൊടുക്കുക, എർത്തിന്റെ റേഡിയസിന് പകരം നിങ്ങൾ ആ പ്ലാനറ്റിന്റെ റേഡിയസ് കൊടുക്കുക. ദാറ്റ് ഈസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ another planet or any other satellite can be defined as gp is equal to gmp divided by rp². ക്ലിയർ അല്ലേ? റെഡി ആണെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക് നോക്കാം. ദാറ്റ് ഈസ് വേരിയേഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഹൈറ്റിനനുസരിച്ച്, ഡെപ്തിനനുസരിച്ച്, എർത്തിന്റെ ഷേപ്പിനനുസരിച്ച് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ഉണ്ടാകുന്ന മാറ്റം ഡിസ്കസ് ചെയ്യുന്നു. നോക്കണേ, എർത്തിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു സ്ഫെറിക്കൽ ഷേപ്പ് അല്ല, മറിച്ച് എർത്തിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ജിയോയിഡ് ഷേപ്പ് ആണ്. സോ ജിയോയിഡ് ഷേപ്പുള്ള എർത്തിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഇക്വിറ്റോറിയൽ റേഡിയസ് കൂടുതലായിരിക്കും ആരെക്കാളും? പോളാർ റേഡിയസിനേക്കാളും. സോ പോൾസിലുള്ള റേഡിയസ് എന്ന് പറയുന്നത് ഇക്വിറ്റോറിയൽ റേഡിയസിനേക്കാളും കുറവായത് കൊണ്ട് അവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടുതലാണ്. എങ്ങനെയാ വന്നത്? നമുക്കറിയാം G is equal to gm by r² ആണ്. എവിടെയാണോ റേഡിയസ് കൂടുതലുള്ളത് അവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറവായിരിക്കും. സോ ഇക്വിറ്റോറിയൽ റീജിയനിൽ റേഡിയസ് കൂടുതലായത് കൊണ്ട് ഇക്വിറ്റോറിയൽ റീജിയനിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറവാണ് എന്ന് മനസ്സിലാക്കി വെക്കാം. പോൾസിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.83 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഉണ്ടെങ്കിൽ ഇക്വിറ്റോറിയൽ റീജിയനിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.78 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ മാത്രമേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ഇനി ഹൈറ്റിനനുസരിച്ച് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എങ്ങനെ മാറും? ഹൈറ്റ് കൂടുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറഞ്ഞു പോകും. മനസ്സിലാക്കി വെക്കാം, ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയും. സോ ഹൈറ്റിനെയും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻസ് ഓർത്ത് വെക്കാം. GH divided by G is equal to r² divided by r plus h whole square. ഇനി നമ്മൾ ബൈനോമിയൽ തിയറം വെച്ച് അയാളെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും GH is equal to G into 1 minus 2h divided by r. ഇവിടെ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ ഈ ഇക്വേഷൻ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്ത് ബൈനോമിയൽ തിയറം വഴി എക്സ്പാൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ഈ രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടുന്നത്. ആ രണ്ടാമത്തെ ഇക്വേഷൻ അല്ല, ഒന്നാമത്തെ ഇക്വേഷൻ തന്നെ നമ്മൾ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്താം. ക്ലിയർ അല്ലേ? സോ h ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച്, ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറഞ്ഞു പോകും. ക്ലിയർ അല്ലേ? ഇനി നോക്കണേ, ഡെപ്തിനനുസരിച്ച്, അതായത് ആഴത്തിനനുസരിച്ച് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് എന്ത് സംഭവിക്കും? നമ്മൾ ഒരു കുഴി കുഴിച്ച് താഴോട്ടേക്ക് പോകുന്തോറും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറഞ്ഞു വരും. അങ്ങനെ കുറഞ്ഞ് എർത്തിന്റെ സെന്ററിൽ എത്തുമ്പോൾ എന്താ സംഭവിക്കുക? ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഡെപ്ത് D എന്ന് പറയുന്നത് എർത്തിന്റെ സെന്ററിൽ, അറ്റ് ദ സെന്റർ ഓഫ് എർത്ത്, എർത്തിന്റെ സെന്ററിൽ നമ്മളുടെ ഡെപ്ത് എന്ന് പറയുന്നത് റേഡിയസിന് ഇക്വലന്റ് ആവും. സോ D എന്ന് പറയുന്നത് R ആയി കഴിഞ്ഞാൽ GD is equal to G into 1 minus r divided by r ആകും. ദാറ്റ് ഈസ് G into 1 minus 1 that is 0 എന്ന ആൻസർ കിട്ടും. സോ എർത്തിന്റെ സെന്ററിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 0 ആണ്. സോ എർത്തിന്റെ സർഫസിൽ നിന്നും ഞാൻ താഴോട്ടേക്ക് പോകുന്നതോറും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറഞ്ഞ് എർത്തിന്റെ സെന്ററിലേക്ക് എത്തുന്ന സമയത്ത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 0 ആയിട്ട് മാറും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? റെഡി ആണെങ്കിൽ നമുക്ക് അടുത്ത കോൺസെപ്റ്റ് നോക്കാം. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. എന്താ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് മാസിനെ, അതായത് 1 കിലോഗ്രാം മാസ് ഉള്ള ഒരു ബോഡിയെ
ഇൻഫിനിറ്റിയിൽ നിന്നും പി എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എത്രയാണോ വർക്ക് ചെയ്യേണ്ടത് അതാണ് പി എന്ന് പറയുന്ന പോയിന്റിലുള്ള ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. സോ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ വർക്ക് ഡൺ ഇൻ മൂവിംഗ് എ യൂണിറ്റ് മാസ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. സോ ഒരു പർട്ടിക്കുലർ പോയിന്റിലുള്ള ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ കാണാൻ ആ ബോഡിയെ അല്ലെങ്കിൽ 1 കിലോഗ്രാം മാസ് ഉള്ള ആ ബോഡിയെ ഇൻഫിനിറ്റിയിൽ നിന്നും ആ പോയിന്റിലേക്ക് കൊണ്ടുവരാനുള്ള വർക്ക് കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെ നമുക്ക് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ കിട്ടി, V is equal to -gm divided by r. ഇനി എന്താ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി? നമ്മൾ നേരത്തെ ഒരു യൂണിറ്റ് മാസിനെ അല്ലെങ്കിൽ 1 കിലോഗ്രാം മാസിനെയാണ് ഇൻഫിനിറ്റിയിൽ നിന്നും പി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് കൊണ്ടുവന്നത്. ഈ 1 കിലോഗ്രാം മാസിന് പകരം എം മാസ് ഉള്ള ഒരു ബോഡിയെയാണ് അല്ലെങ്കിൽ പെർട്ടിക്കുലർ മാസ് ഉള്ള ഒരു ബോഡിയാണ് നിങ്ങൾ ഇൻഫിനിറ്റിയിൽ നിന്നും പി എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ അവിടെയുള്ള വർക്കിനെയാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. സോ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ ബോഡി ഓഫ് മാസ് എം ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. അയാളുടെ ഇക്വേഷൻ U is equal to -gmm divided by r ആണ്. അടുത്ത വളരെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് എസ്കേപ്പ് വെലോസിറ്റിയും ഓർബിറ്റൽ വെലോസിറ്റിയുമാണ്. ഒരു ഒബ്ജക്റ്റിനെ, ഒരു ബോഡിയെ എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ പുൾ അല്ലെങ്കിൽ അട്രാക്ഷൻ വിട്ട് പുറത്തോട്ടേക്ക് എസ്കേപ്പ് ചെയ്യിപ്പിക്കാൻ നിങ്ങൾ കൊടുക്കേണ്ട മിനിമം വെലോസിറ്റിയാണ് എസ്കേപ്പ് വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷൻ ഓർത്ത് വെക്കാം, ദാറ്റ് ഈസ് V is equal to √2gm by r ആണ്. ഇവിടെ gm എന്ന് പറയുന്നത് gr² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷൻ കിട്ടും, ദാറ്റ് ഈസ് √2gr. ഇവിടെ ശ്രദ്ധിക്കണേ, G എന്ന് പറയുന്നത് ഇവിടെ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്, M എന്ന് പറയുന്നത് എർത്തിന്റെ മാസ് ആണ്, R എന്ന് പറയുന്നത് എർത്തിന്റെ റേഡിയസ് ആണ്. ഈ കോൺസ്റ്റന്റ് വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എർത്തിന്റെ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് 11.2 km/s ആണ്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ടോപ്പിക് നോക്കണേ, ഓർബിറ്റൽ സ്പീഡ്. എന്താ ഓർബിറ്റൽ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്തിന് ചുറ്റും ഒരുപാട് സാറ്റലൈറ്റുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നാച്ചുറൽ സാറ്റലൈറ്റ് ആയിട്ടുള്ള മൂണുണ്ട്. ഈ മൂണിന്റെയും മറ്റ് സാറ്റലൈറ്റുകളുടെയും ഓർബിറ്റൽ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് V0 is equal to √gr. ഇവിടെ നിന്നും നമുക്ക് ഓർബിറ്റൽ വെലോസിറ്റിയും എസ്കേപ്പ് വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ കിട്ടും, ദാറ്റ് ഈസ് എസ്കേപ്പ് വെലോസിറ്റി is equal to √2v0. ക്ലിയർ അല്ലേ? അടുത്ത പ്രധാനപ്പെട്ട ടോപ്പിക് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നു പീരിയഡ് ഓഫ് എ സാറ്റലൈറ്റ്. ഒരു സാറ്റലൈറ്റ് ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ ടൈം പീരിയഡ് T എന്ന് വിളിക്കുന്നത്. T is equal to 2π√r/g എന്ന ഇക്വേഷൻ കൂടെ ഓർത്ത് വെക്കാം. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക് എനർജി ഓഫ് എ സാറ്റലൈറ്റ് ആണ്. സാറ്റലൈറ്റിന്റെ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഓർത്ത് വെക്കാം. അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജിയുടെയും ടോട്ടൽ എനർജിയുടെയും ഇക്വേഷൻസ് ഓർത്ത് വെക്കാം. ഇതിന്റെ കൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം, ഇവിടെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ½ ആണ്. ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും K is equal to -gmm divided by 2 into r plus h ആണ്. അതേപോലെ തന്നെ നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ കിട്ടി -gmm divided by r plus h. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഈ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ എനർജി കിട്ടും, ദാറ്റ് ഈസ് -gmm divided by 2 into r plus h. ക്ലിയർ അല്ലേ? ഇവിടെ നിന്നും നമുക്ക് കൈനറ്റിക് എനർജിയും അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജിയും ടോട്ടൽ എനർജിയും തമ്മിലുള്ള റിലേഷൻ കൂടെ പറഞ്ഞു വെക്കാം. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ടോട്ടൽ എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ഡിവൈഡഡ് ബൈ 2 ആണ്. നോക്കിയാൽ നമുക്ക് കാണാം ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി ഡിവൈഡഡ് ബൈ 2 ആണ്. അതുപോലെ തന്നെ പറഞ്ഞു വെക്കാം ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു മൈനസ് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജിയുടെ നെഗറ്റീവ് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ എനർജി കണ്ടുപിടിക്കാം. സിമ്പിൾ അല്ലേ? റെഡി ആണെങ്കിൽ അടുത്ത അവസാനത്തെ ടോപ്പിക് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കെപ്ലേഴ്സ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ. ഒരു പ്ലാനറ്റ് സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള 3 ലോസ് ആണ്. ഒന്നാമത്തെ ലോ ആയിട്ട് പറഞ്ഞു വെച്ചു ലോ ഓഫ് ഓർബിറ്റ്. എല്ലാ പ്ലാനറ്റുകളും സണ്ണിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ്. ആ എലിപ്റ്റിക്കൽ ഓർബിറ്റിനകത്ത് സണ്ണ് ലൊക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ എടുത്തിരിക്കുന്ന എലിപ്സിന്റെ ഏതെങ്കിലും ഒരു ഫോക്കസിലായിരിക്കും. സോ സൺ ഈസ് സിറ്റുവേറ്റഡ് അറ്റ് വൺ ഓഫ് ദ ഫോസൈ ഓഫ് ദ എലിപ്സ്. രണ്ടാമത്തെ ലോ അല്ലെങ്കിൽ ലോ ഓഫ് ഏരിയ എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ദ ലൈൻ ജോയിനിങ് സൺ ആൻഡ് പ്ലാനറ്റ് കവേഴ്സ് ഈക്വൽ ഏരിയ ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം. സോ ഒരേ സമയം കൊണ്ടാണ് ഇവര് ഒരു ഏരിയ കവർ ചെയ്യുന്നതെങ്കിൽ അവിടെയുള്ള ഏരിയ സെയിം ആയിരിക്കും, അല്ലെങ്കിൽ ഏരിയൽ വെലോസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കുമെന്ന് ലോ ഓഫ് ഏരിയ പറഞ്ഞു വെച്ചു. മൂന്നാമത്തെ ലോ ദാറ്റ് ഈസ് ലോ ഓഫ് പീരിയഡ് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ദ സ്ക്വയർ ഓഫ് ടൈം പീരിയഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് സെമി മേജർ ആക്സിസ്. സോ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ പ്ലാനറ്റിന്റെ സ്ക്വയർ ഓഫ് ടൈം പീരീഡ് എന്ന് പറയുന്നത് ഇവിടെയുള്ള സെമി മേജർ ആക്സിസിന്റെ ക്യൂബിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ക്ലിയർ അല്ലേ? സോ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തു ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ ചുരുങ്ങിയ സമയത്തിൽ. ബൈ ബൈ.